വനിതാ സമ്മേളനത്തിൽ പ്രസംഗിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ ഒരു സുഹൃത്ത് ചോദിച്ച് എന്താണ് സംസാരിക്കേണ്ട വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു, മാതാപിതാക്കൾ ഖുർആനിന്റെ വെളിച്ചത്തിൽ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇപ്പോ മാതാപിതാക്കളൊന്നും മക്കളെ വളർത്താറില്ല, വല്ലിപ്പി വല്ലിമ്മയാണ് മക്കളെയൊക്കെ വളർത്തല്. അവസാനം വല്ലിമ്മാക്കും വല്ലിപ്പാക്കും ബാപ്പി ഇമ്മി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, നല്ല കുട്ടിയായിനി വല്ലിപ്പിയും വല്ലിമ്മയും നോക്കി കേടെടുത്തിയതാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് എന്ന് അവരോട് നിങ്ങൾ പറയണം കേട്ടോ പറഞ്ഞു. ഞാൻ ആന്നും പറഞ്ഞ് അത് ആദ്യം നിങ്ങളോട് പറഞ്ഞ്, ഒരു വല്ലിപ്പിയും വല്ലിമ്മയും ഒരു മക്കളെ നോക്കി കേടി വരുത്തിയിട്ടില്ല, പക്ഷേ മക്കളെ നോക്കാൻ വല്ലിമ്മാക്കും വല്ലിപ്പാക്കും അല്ല ബാധ്യത, അത് ബാപ്പാക്കും ഉമ്മാക്കുമാണ് എന്നത് മറക്കാതിരിക്കണം എന്ന വാക്കോടുകൂടി ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കാം. വിശുദ്ധ ഖുർആൻ ലോകത്തിന് വെളിച്ചമായ ഗ്രന്ഥമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പദമാണത്. ഖുർആൻ ലോകത്തിന് വെളിച്ചമാണ്. എന്താണ് ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ? ലോകം അത് മുന്നോട്ട് പോകുന്തോറും കൂരിരുളങ്ങനെ കൂടി വരും. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, ഒരു ഗുഹയിലൂടെ നമ്മളങ്ങനെ മുന്നോട്ട് പോവാ, ആ ഗുഹയിലൂടെ മുന്നോട്ട് പോകുന്തോറും ഇരുട്ട്, കട്ട പിടിച്ച ഇരുട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വരൂലേ? എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത കനത്ത ഇരുട്ട്. ആ ഇരുട്ടിന്റെ നടുവിൽ ഒരു ചെറിയ പ്രകാശത്തിന്റെ ഒരു നേരിയ വഴി നമ്മുടെ മുമ്പിൽ അങ്ങനെ തുറന്നാൽ എത്ര സൂക്ഷ്മതയോടെ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. ആ വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ വെളിച്ചം നൽകുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാത്രമല്ല, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും അത് വെളിച്ചം നൽകും. കാരണം ഈ ലോകത്തെ ഉണ്ടാക്കിയതും ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ തിന്മകളും വരും കാലത്ത് ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരുത്തനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, പടച്ച റബ്ബ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി ലോകത്ത് പല കാലത്തും പല പ്രത്യയശാസ്ത്രങ്ങളും പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയൊക്കെ കാലക്രമത്തിൽ പതുക്കെ മരണമടഞ്ഞു. കാരണം ആ പ്രത്യയശാസ്ത്രം ഉണ്ടായ കാലത്തുള്ള പ്രശ്നങ്ങളല്ല പിന്നീടുണ്ടായത്. അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തിന് അടുത്ത കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റിയില്ല. ആ പ്രത്യയശാസ്ത്രം അവിടെ മരിച്ചു. ആ പുതിയ കാലത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായി. ഒരു കാലഘട്ടത്തിന് ശേഷം അതും മരിച്ചു. എന്നാൽ കഴിഞ്ഞ 1400-ലേറെ 1500-ഓളം കൊല്ലങ്ങളായി ലോകത്താർക്കാണോ ജീവിക്കാൻ വെളിച്ചം വേണ്ടത് അവർക്കൊക്കെയും കൃത്യമായ വെളിച്ചം കൊടുത്തുകൊണ്ട് ഈ വെളിച്ചത്തിന്റെ സ്തൂപം അതങ്ങനെ പ്രകാശിച്ചു നിൽക്കാൻ. അപ്പൊ മക്കളെ വളർത്തുന്നിടത്ത് ഈ ഖുർആനിൽ നിന്ന് എന്ത് വെളിച്ചമാണ് നമുക്ക് കിട്ടാനുള്ളത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ സംസാരത്തിന്റെ വിഷയം. എനിക്ക് സംസാരിക്കാനുള്ളത് 30 മിനിറ്റാണ്. അതിൽ 10 മിനിറ്റ് തീർന്നിട്ടുണ്ട്. ഇനി 20 മിനിറ്റിന്റെ ഉള്ളിൽ ആ കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ മക്കളെ വളർത്തുക എന്നിടത്ത് നമുക്കുള്ള പ്രശ്നം എന്തല്ല? നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് 1980-കളിലോ 70-കളിലോ ഒക്കെ വളർന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള പ്രശ്നം ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു. ഒരു പെരുന്നാളോ ഓണമോ അല്ലെങ്കിൽ ആണ്ടറുതികൾ വരുമ്പോ മക്കൾക്ക് ഒരു കഷ്ണം തുണി വാങ്ങിക്കൊടുക്കുവാൻ, കുപ്പായം വാങ്ങിക്കൊടുക്കുവാൻ ഗതിയില്ലാതെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും വീടിന്റെ മൂലയിൽ നിന്ന് കണ്ണു തുടക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേരമാകുമ്പോഴേക്ക് എന്താണ് ഭക്ഷണം കൊടുക്കുക എന്ന് ആവലാതിപ്പെടുന്ന മാതാപിതാക്കൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. സത്യത്തില് ഇന്ന് നമുക്കതൊരു പ്രശ്നമല്ല, സാമ്പത്തികം നമുക്കൊരു പ്രശ്നമേ അല്ല. നമ്മുടെ മക്കൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കും, എന്ത് വസ്ത്രം കൊടുക്കും, അവരെ എവിടെ പഠിപ്പിക്കും, എങ്ങനെ പഠിപ്പിക്കും, ഇതൊന്നും ഇന്ന് നമ്മുടെ മുമ്പിൽ സാമ്പത്തിക വശം ഒരു പ്രശ്നമാകുന്നതല്ല. നമ്മുടെ മുമ്പിലെ പ്രശ്നം ധാർമ്മികതയാണ്. എന്റെ മക്കൾ എന്റെ കൈവിട്ട് പോവുകയാണ്, എന്റെ മക്കൾ എന്റേതല്ലാതായി മാറുകയാണ്, എന്റെ മക്കളെ മറ്റാരൊക്കെയോ സ്വാധീനിക്കുകയാണ്. ആ മക്കളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട സ്നേഹവും ബഹുമാനവും കാരുണ്യവും ഒക്കെ മറ്റാർക്കോ കിട്ടുകയാണ്. എന്റെ മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല, അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെ ഒരുപാട് പരാതികളുടെ കൂമ്പാരങ്ങളാണ് ഈ ഇരിക്കുന്ന മനുഷ്യന്മാരുടെ തലയിൽ മൊത്തമുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ ഒരു പ്രശ്നത്തിന് ഖുർആൻ നൽകുന്ന പരിഹാരം? അവിടെ നമുക്ക് ആരംഭിക്കാം.
ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇന്ന് ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ 1000 നാവോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, തിന്മകളുടെ വല്ലാത്ത വർധനവുണ്ടായിട്ടുണ്ട്. എവിടേക്ക് നോക്കിയാലും തിന്മകളാണ്. മാതാപിതാക്കൾ വൃദ്ധരായപ്പോൾ ആ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തയ്യാറല്ലാത്ത മക്കൾ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടു ചെന്നാക്കുന്നു. അല്ലേ? അടുത്ത ദിവസത്തെ പത്രത്തിലെ വാർത്തയാണ്. വൃദ്ധസദനത്തിൽ വെച്ച് മാതാപിതാക്കൾ മരിച്ചപ്പോൾ മരിച്ചിട്ടുണ്ട് എന്ന വാർത്ത മക്കൾ താമസിക്കുന്നിടത്തേക്ക് അറിയിക്കുന്നു. ആ വാർത്ത കേൾക്കുന്ന മക്കൾ വീട് പൂട്ടി എങ്ങോട്ടോ പോകുന്നു. ആ മരിച്ച മാതാപിതാക്കളുടെ മയ്യത്ത് വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് ആളുകളൊക്കെ കൂടിയപ്പോ മക്കളെ കാണാനില്ല, അവർ വീട് പൂട്ടി പോയിട്ടുണ്ട്. അവസാനം നാട്ടുകാരൊക്കെ കൂടി അത് സംസ്കരിക്കുന്നു. വർത്തമാനകാലത്തിന്റെ ഒരു ചെറിയ ചിത്രമാണത്. അപ്പോ ഈ രൂപത്തിൽ തിന്മകൾ നാനാഭാഗത്തും പല രൂപത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. എങ്ങനെയാ പടച്ചോനെ ജീവിക്കുക എന്നൊക്കെ വ്യാകുലപ്പെടാറുണ്ട് നമ്മളൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനപരമായ ഒരു വാക്ക് ഞാൻ പറയാം. ലോകത്ത് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സത്യം, ലോകം ഇതുപോലെ തിന്മ നിറഞ്ഞതാകുന്നത് ആദ്യമായിട്ടല്ല. ലോകത്തിന്റെ ചരിത്രം നിങ്ങൾ പിന്നോട്ടങ്ങനെ മറിച്ചു നോക്കുമ്പോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വലിയ വലിയ പേടിപ്പെടുത്തുന്ന തിന്മകളുണ്ടല്ലോ, ഇതുപോലത്തതോ ഇതിന് സമാനമായതോ ഇതിനേക്കാൾ ഭീകരമായതോ ഒക്കെയായ തിന്മകൾ പോയ കാലത്തും ഈ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഓരോരോ പ്രവാചകന്മാർ കടന്നു വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ വിശുദ്ധ ഖുർആൻ ആ തിന്മകളുടെ ഭീകരത പറയുന്നുണ്ട്. നമുക്കറിയാലോ, ഈ വണ്ടൂരെങ്ങാനും ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് ആ കുട്ടി പെണ്ണാണെങ്കിൽ ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ കൊന്നുകളഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂ ആവൂലേ, കേസാവൂലേ, വലിയ സംഭവമാവൂലേ, ആള് കൂടൂലേ, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കൂലേ, ആ പെണ്ണും കുടുംബം എന്തൊക്കെ കഥകളാ പരക്കുക അല്ലെ, അതൊരു വലിയ സംഭവം, ഒരു വലിയ കുറ്റമാണ്. എല്ലാവരും പറയും, എന്നാലും ആ പെണ്ണത് ചെയ്തല്ലോ, ജനിച്ച കുട്ടിയെ അവള് കൊന്നുകളഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ മൂക്കത്ത് കൈവച്ച് പറയും. ഇന്ന് ഏത് കാലത്ത് എമ്പാടും തിന്മകൾ ഉണ്ട് എന്ന് പറയുന്ന ഈ കാലത്ത് പോലും ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടാൽ അതൊരു വലിയ കുറ്റകൃത്യമായിട്ട് അംഗീകരിക്കും. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ കൊല്ലുക എന്നത് കുടുംബത്തിന്റെ അഭിമാനമായിട്ട് കണ്ടിരുന്ന ഒരു കാലം ലോകത്ത് മുമ്പ് ഉണ്ടായിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ കടന്നു വരുന്ന ജാഹിലിയ കാലഘട്ടത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം വായിക്കുന്ന പാഠങ്ങളിൽ ഒന്ന് ആ പാഠല്ലേ? അന്നൊരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, എന്താ കുട്ടി പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ, ഇന്ന് ആശുപത്രിയിൽ ചില്ലുവാതിൽ തുറന്ന് ഡോക്ടർമാര് ഒരു കുട്ടിയുടെ ചെറിയ കുഞ്ഞിനെ മലർത്തിപ്പിടിച്ചു വരുമ്പോ ആണാണോ പെണ്ണാണോ എന്ന് പറയുമ്പോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവിടെ സന്തോഷത്തിന്റെ ആഘോഷം ഉണ്ടാവാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല. ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ പിന്നെ വീട്ടിലെ ബാപ്പാനെ കാണൂല. അപമാനം കൊണ്ട് തലകുനിച്ച്, ഖുർആൻ പറഞ്ഞില്ലേ, അയാളുടെ മുഖം കാർമേഘം മൂടിയതുപോലെ കറുത്തു പോകുന്ന പറഞ്ഞേ. അപമാനം കൊണ്ട് മൂപ്പര് നാട് വിടും. പിന്നെ എപ്പോഴാ തിരിച്ചു വരിക എന്നറിയോ? തനിക്ക് പിറന്ന കുഞ്ഞിനെ ഒരു മൺവെട്ടി കൊണ്ട് കുഴിയുണ്ടാക്കി കുഴിയിലിട്ട് കുഴിച്ചു മൂടാനുള്ള മാനസികമായ ധൈര്യം കിട്ടുമ്പോഴേ മൂപ്പര് വരുള്ളൂ. വന്നിട്ട് തന്റെ ഭാര്യയുടെ സമീപത്ത് കിടക്കുന്ന കൊച്ചുകുഞ്ഞിനെ വാരിയെടുത്ത് അയാൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുഴി കുത്തി മണ്ണിട്ട് മൂടിയിട്ട് ആ കൈക്കോട്ടും തോളത്ത് വെച്ച് ആളുകൾ കൂടുന്ന അങ്ങാടിയിൽ വന്നിട്ടേ അഭിമാനത്തോടു കൂടി പറയും, ദാ എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ഡ്യൂട്ടി? എന്റെ മോളെ ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഔ സന്തോഷമായി എല്ലാവർക്കും. ഒരു നാട് മാനക്കേടുന്ന് രക്ഷപ്പെട്ടല്ലോ. അങ്ങനത്തെ ഒരു കാലം ലോകത്ത് മുമ്പുണ്ടായിരുന്നു. ലഹരിയുടെ വലിയ വ്യാപനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ 40-50% ആളുകൾ ലഹരിക്ക് അടിമകളാണ് എന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാൽ 100% ആളുകൾ ലഹരിയിൽ ജീവിച്ചിരുന്ന ഒരു കാലം മുമ്പ് ഈ ലോകത്തുണ്ടായിരുന്നു. അക്രമത്തെക്കുറിച്ചും അടിമത്തത്തെക്കുറിച്ചും നമ്മൾ വേവലാതിപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ഭീകരമായ അക്രമങ്ങളും അടിമത്തങ്ങളും കൊടികുത്തിവാണ കാലം ലോകത്തുണ്ടായിരുന്നു. ദൈവനിഷേധത്തിന്റെ ഭീകരതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ദൈവം എന്ന ഒരു സംഗതിയല്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ദൈവം, ഞാനാണ് ദൈവമെന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയും എന്റെ നാട്ടിലെ ജനങ്ങളൊക്കെയും എന്നെ ആരാധിക്കണമെന്ന് പറയാൻ മാത്രം അഹങ്കാരിയായ ഭരണാധികാരികൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഭരണാധികാരി രാജ്യത്തുണ്ടോ? ഇന്ന് ഈ ലോകത്ത് 10-200 രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ഞാനാണ് ദൈവമെന്നും ഈ രാജ്യത്തെ ജനങ്ങളൊക്കെ എന്നെ ആരാധിക്കണമെന്നും പറയുന്ന ഒരൊറ്റ ഭരണാധികാരിയെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ?
അപ്പൊ ഞാൻ പറഞ്ഞ എന്താ, നിങ്ങള് ബേജാറാവണ്ട. ഇന്ന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന തിന്മകളെക്കാൾ ഭീകരമായ കാലഘട്ടം മുമ്പ് കടന്നുപോയിട്ടുണ്ട്. എന്നിട്ടോ ആ ഭീകരത തുടർന്നോ? ആ തിന്മകൾ തുടർന്നോ? ഇല്ല. ആ തിന്മകൾ അതതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് ആ തിന്മയിൽ അകപ്പെട്ട മനുഷ്യരെ സംസ്കരിക്കാൻ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും വന്നത്. എപ്പോഴാണ് ലോകത്ത് പ്രവാചകന്മാർ വന്നത് എന്ന ചോദ്യത്തിന് നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ ഒരു പാഠമുണ്ട്. മദ്രസ പാഠപുസ്തകങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. എപ്പോഴാണ് പ്രവാചകന്മാർ വന്നത്? ഇരുട്ടിലകപ്പെട്ട ജനങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ. എങ്ങനെയാണ് ജനങ്ങളെ അവർ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്? എന്തായിരുന്നു പ്രവാചകന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം? ആ തിന്മകളുടെ കൂരിരുട്ടിൽ ജീവിച്ചിരുന്ന, അധികാരത്തിന്റെയും പണത്തിന്റെയും തറവാടിത്തത്തിന്റെയും അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന, നീതിയും സത്യവും ധർമ്മവും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒറ്റക്ക് വന്ന പ്രവാചകന്മാർ എങ്ങനെയാണ് ലോകത്ത് പ്രകാശത്തിന്റെ ഗോപുരങ്ങൾ ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് ഖുർആൻ പറയുന്ന ഉത്തരത്തിൽ നിന്ന് നമ്മുടെ സംസാരം ആരംഭിക്കാം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. ഞാനാണ് നിങ്ങളുടെ ഇലാഹ്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മരണം, നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല വസ്തുക്കളും എന്റെ നിയന്ത്രണത്തിലാണ്. ഞാനാണ് നിയന്ത്രിക്കുന്നത്. ഞാനാണ് നിങ്ങളുടെ സംരക്ഷകൻ. എല്ലാത്തിനും അപ്പുറം എന്റെ മുമ്പിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയും ജീവിതത്തിന്റെ കൃത്യമായ മുടിനാരിഴ കീറിയുള്ള വിചാരണക്ക് നിങ്ങൾ വിധേയമാക്കപ്പെടുകയും അനശ്വരമായ സർവസുഖത്തിന്റെയും ലോകമായ സ്വർഗവും സകല വേദനകളുടെയും ലോകമായ നരകവും കാത്തിരിക്കുന്നുണ്ട് എന്ന പാഠം ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ ആ പ്രവാചകന്മാർ ജനങ്ങളെ പഠിപ്പിച്ചു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ജനങ്ങളെ മാറ്റിയത്. കൂരിരുട്ടിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി പിറന്നാൽ അവളെ ജീവനോടെ കുഴിച്ചു മൂടുകൽ പുണ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തെ കേവലം 10 വർഷങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു പെൺകുട്ടി ജനിക്കുക എന്നത് ജീവിതത്തിന്റെ സൗഭാഗ്യമാണ് എന്ന വിശ്വാസത്തിലേക്ക് ആ ജനതയെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു. അതുകൊണ്ട് സമയത്തിന്റെ കുറവ് കൊണ്ട് ഒരുപാട് പരന്നു പോകാതെ പെട്ടെന്ന് പറയാം. അവനവന്റെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെ, അവനവന്റെ മക്കൾ ധാർമ്മികതയുടെ വാക്താക്കളായിട്ട് വളരണമെന്ന് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. ഉയർന്ന വിദ്യാഭ്യാസമോ A+കളോ കോടികൾ ചെലവഴിക്കുന്ന വിദ്യാഭ്യാസമോ ജീവിത നിലവാരമോ അല്ല മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കുക. മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാൻ ലോകത്തുള്ള ഒന്നാമത്തെ മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആദർശബോധമാണ്. ഞാൻ എന്റെ മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, അവർക്ക് പണം കൊടുത്തിട്ടുണ്ട്, ജോലി കൊടുത്തിട്ടുണ്ട്, വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ എന്റെ മക്കൾക്ക് ജീവിതത്തിൽ ചുവടുപിഴക്കാത്ത ആദർശം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്കാണ് സാധിക്കുക? പ്രവാചകന്മാർ മരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചുകൂട്ടി. ആ മക്കളെ വിളിച്ചുകൂട്ടിയിട്ട് ആ പ്രവാചകന്മാർ വേവലാതിയോടുകൂടി ആ മക്കളോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ? മക്കളെ, ബാപ്പുണ്ടായിരുന്ന കാലത്ത് നിങ്ങളൊക്കെ ബാപ്പ പറഞ്ഞതുപോലെയാണ് ജീവിച്ചത്. എനിക്കറിയാം നിങ്ങൾ എന്നോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. പക്ഷേ നാളെ ഞാൻ കണ്ണടച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ലോകം തിന്മകളുടെ വല്ലാത്ത സ്വാധീനമുള്ള ലോകമാണ്. ഞാൻ കണ്ണടച്ചാൽ എന്റെ മക്കളെ, നിങ്ങളുടെ ആദർശം എന്താവും? നിങ്ങളുടെ ആദർശത്തിന്റെ അവസ്ഥ എന്താവും? ആ പിതാവ് ഭയപ്പെട്ടത് എന്റെ മരണശേഷം എന്റെ മക്കൾ പട്ടിണി കിടക്കുമോ എന്നല്ല, എന്റെ മരണശേഷം എന്റെ മക്കൾ വീടില്ലാതാകുമോ എന്നല്ല. ആ പ്രവാചകന്മാർ ഭയപ്പെട്ടത് എന്റെ കാലശേഷം എന്റെ മക്കളുടെ ആദർശത്തിൽ എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്നാണ്. ആ മക്കൾ പറഞ്ഞു, പിതാവേ, അങ്ങ് പഠിപ്പിച്ച പോലെ, നമ്മുടെ പൂർവികരായ പ്രവാചകന്മാർ പഠിപ്പിച്ച പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ആദർശത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കുമെന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ വല്ലാത്ത ലോകത്തായിക്കൊണ്ടാണ് ആ പ്രവാചകന്മാർ കണ്ണടക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, അൽഹംദുലില്ലാ, ഇനി മരിച്ചാലും കുഴപ്പമില്ല, മക്കളൊക്കെ കെട്ടിച്ച് ആ മക്കൾക്കൊക്കെ വീടായി, ജോലിയായി, എല്ലാവരും സ്വസ്ഥായി, എന്റെ ബാധ്യത കഴിഞ്ഞു, ഇനി മരിച്ചാലും പ്രശ്നമല്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാമോ, എന്റെ മക്കളുടെ ആദർശം
ഈ ദുന്യാവിലെ 10, 20, 50, 60 കൊല്ലത്തിനപ്പുറം ഒരിക്കലും മരിക്കാത്ത ലോകത്തിലേക്ക് നമ്മുടെ മക്കൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ വേദനകളില്ലാത്ത സർവ്വസുഖത്തിന്റെ സ്വർഗീയ ലോകത്തേക്ക് പ്രവാസനം നേടത്തക്ക രൂപത്തിലുള്ള കൃത്യമായ ഒരു ആദർശം എന്റെ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി, എന്ന സന്തോഷത്തോടുകൂടി കണ്ണടക്കാൻ സാധിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുഅത്ത യുദ്ധത്തിന്റെ ചരിത്രത്തിലെ ഒരു ഏടുണ്ട്, നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഏടാണ്. മുഅത്ത യുദ്ധത്തിലേക്ക് പോകാറുള്ള തന്റെ സൈന്യത്തിനെ പ്രവാചകൻ മദീനത്തെ മസ്ജിദ് നബവിയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂട്ടി. ആ സൈന്യം യാത്ര പോകാൻ വേണ്ടി മസ്ജിദ് നബവിയുടെ മുറ്റത്തെത്തിയിട്ടുണ്ട്. അവരെ യാത്രയാക്കാൻ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒക്കെ മദീനത്തെ പള്ളിയുടെ മുറ്റത്തെത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅത്തയിലേക്ക് പുറപ്പെടുന്ന സൈന്യത്തിന് ആവശ്യമായ ഉപദേശം നൽകി, ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സൈന്യാധിപന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് മുമ്പിൽ നടന്നു, സൈന്യം പിന്നാലെ വന്നു. മദീനത്തെ പള്ളിയുടെ മുറ്റം തീരുന്നത് വരെ റസൂലുള്ള ആ സൈന്യത്തെ നയിച്ചു. പിന്നെ സൈന്യാധിപന്റെ കൂടെ ആ സൈന്യത്തോട് പോകുവാൻ പ്രവാചകൻ കൽപ്പിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ യുദ്ധത്തിന്റെ മുഖത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമോ എന്നറിയാതെ യാത്ര പറയാൻ പോലും പറ്റാത്ത വിധം കണ്ണീരോടുകൂടി കരഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങൾ ഓരോന്നോരോന്നായി പിരിഞ്ഞു പോകാതെ ഒരു പെൺകുട്ടിയും ഒരു കുട്ടിയും മാത്രം ആ പള്ളിയുടെ മുറ്റത്ത് ബാക്കിയായി. ആരെയോ കാത്തിരിക്കുന്ന പോലെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ട സൈന്യത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നത് പള്ളിമുറ്റത്ത് ബാക്കിയായ തന്റെ പ്രിയപ്പെട്ടവളോട് യാത്ര പറയാൻ വേണ്ടിയാണ്. ആ യാത്ര പറച്ചിലിന് വേണ്ടിയാണ് ആ പെൺകുട്ടി കാത്തിരുന്നത്. അയാൾ വന്നു, തന്റെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി തന്റെ ഭാര്യയുടെ സമീപത്തേക്ക് വന്നു. അവളുടെ കവിള് തന്റെ കവിളോട് ചേർത്ത് വെച്ചു. ജീവിതത്തിലെ അയാളുടെ അവസാനത്തെ ഉമ്മയായിരുന്നു അത്. ആ കുട്ടിയുടെ തോളത്തിരിക്കുന്ന ആ ചെറിയ കുട്ടിയെ, തന്റെ ചെറിയ മകനെ അദ്ദേഹം തന്റെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി. ആ മകന്റെ അവന്റെ മുഖത്തും കവിളത്തുമൊക്കെ ഒരുപാട് ഉമ്മ വെച്ചിട്ട് കണ്ണീരോടുകൂടി ആ കുട്ടിയെ തന്റെ ഭാര്യക്ക് തിരിച്ചു കൊടുക്കുമ്പോ അയാൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ മുഅത്തയിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ കൊല്ലപ്പെട്ടാലാണ്, മരിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം തേടിയുള്ള യാത്രയാണ്. ഞാൻ മുഅത്തയിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ മകനെ നാളെ സ്വർഗത്തിൽ നീ എന്നെ ഏൽപ്പിക്കണം കേട്ടോ. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, സ്വർഗത്തിലെത്തുന്ന ഒരു കുട്ടിയായി നീ ഇവനെ വളർത്തണം. രണ്ടാമത്തേത്, സ്വർഗത്തിലെത്തുന്ന ഒരു സ്ത്രീയായി, ഒരു നല്ല ഉമ്മയായി നീയും ജീവിക്കണം. ഈ ലോകത്ത് നമുക്ക് ഒരുമിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലും മരണമില്ലാത്ത അനശ്വരമായ ലോകത്ത് നമുക്ക് ഒരുമിച്ചു ജീവിക്കാൻ ഈ മകനെ സ്വർഗത്തിലെത്തുന്ന മകനായി ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ അതിന്റെ വാതിൽക്കൽ നീ ഉണ്ടാവണമെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞ് അയാൾ ധൈര്യത്തോടു കൂടി മുഅത്തയിലേക്ക് വീണ്ടും പുറപ്പെട്ടു. ചരിത്രം പറഞ്ഞത് അയാൾ പിന്നെ തിരിച്ചു വന്നില്ല എന്നാണ്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ നിർവഹിക്കപ്പെട്ടു എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്റെ മക്കളെ ഇസ്ലാമിന്റെ ആദർശത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ ആദർശത്തിൽ എനിക്ക് വളർത്താനായിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കലായിരിക്കും നമ്മുടെ മക്കളോട് നമുക്ക് കാണിക്കാനുള്ള ഒന്നാമത്തെ നീതി. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മനുഷ്യനെയും കല്ലുകളെയും ഇന്ധനമാക്കി കത്തിക്കുന്ന ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കണം കേട്ടോ. റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്റെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ എനിക്ക് കിട്ടാനുള്ള ഒന്നാമത്തെ പാഠം എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് ഒന്നാമത്തെ പാഠം ഇതാ, ലാ ഇലാഹ ഇല്ലല്ലയിൽ ആദർശത്തിന്റെ മുദ്രാവാക്യത്തിൽ ആ മക്കളെ അടിയുറച്ച് വളരുന്നവരായി അവരെ വളർത്തിയെടുക്കുക. അവൻ ഒന്നുമില്ലെങ്കിലും ശരി, അവൻ പട്ടിണി കിടന്നാലും ശരി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതൊരു മനുഷ്യന്റെയും അവസാനത്തെ വാക്ക്, ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവസാനമായിട്ട് അടയുമ്പോൾ, അവസാനത്തെ ശ്വാസോച്ഛ്വാസം നിലച്ചു പോകുമ്പോൾ അവസാനമായിട്ട് അവൻ പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ
ദഖലൽ ജന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടറായില്ലെങ്കിലും എഞ്ചിനീയർ ആയില്ലെങ്കിലും പണത്തിന്റെ വലിയ വലിയ ആളുകളായിട്ടില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ വാക്കിനു വേണ്ടി നാവനങ്ങുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ മാതാപിതാക്കളെ നമുക്ക് സാധിച്ചാൽ ആ മക്കളോട് നമ്മൾ കാണിച്ച ഒന്നാമത്തെയും പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തമായിരിക്കും അത് എന്നാണ് ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തേത്, നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ വലിയ ഒരു പരാതി, പുതിയ തലമുറയിലെ മക്കളൊക്കെ ലജ്ജയില്ലാത്തവരായിട്ട് വളർന്നു വരുന്നു. ആരോടെങ്ങനെ സംസാരിക്കണം, ആരോടെങ്ങനെ പെരുമാറണം, വസ്ത്രധാരണം എങ്ങനെയാവണം പുറത്തേക്ക് ഇറങ്ങേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തമായ ധാരണയില്ലാത്ത ഒരു പുതിയ സമൂഹം ലോകത്ത് വളർന്നു വരുന്നുണ്ട് എന്നർത്ഥം. എത്രയെത്ര ഒരുങ്ങിയാലും തീരാത്തല് നമ്മുടെ മക്കളൊക്കെ ഏറ്റവുമേറെ പണം ചെലവഴിക്കുന്നത് പലപ്പോഴും കോസ്മെറ്റിക്കുകൾക്ക് വേണ്ടിയാ, സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയാ. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്റെയൊക്കെ പെങ്ങന്മാര് അവരൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് സ്വന്തമായിട്ട് അലമാരി മേശൊന്നും ഉണ്ടാവില്ലല്ലോ, എവിടെങ്കിലൊക്കെ പാത്തു വെക്കാൻ ആകണ്ടാവുക കുട്ടിക്കൂറന്റെ ഒരു പൗഡർ അളക്കും, പിന്നെ കണ്ണെഴുതുന്ന ഒരു കറുത്ത കൺമഷിയുടെ ഒരു ചെറിയ ഡബ്ബ ഉണ്ടാവും. അതാണ് അവരുടെ ആകപ്പാടെയുള്ള സൗന്ദര്യ സംവർദ്ധകം. ആ പൗഡറും ആ കൺമഷിയുമായിട്ട് അവർ സ്കൂളിലേക്കും കോളേജിലേക്കും പോയത്. നിങ്ങളൊക്കെ അങ്ങനെ ഇക്കാറും. പക്ഷേ പുതിയ തലമുറ അങ്ങനെയല്ല. കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അവരുടെ റൂമുകളിലെ അലമാരകൾ തുറന്നു നോക്കിയാലേ ഏഷ്യൻ പെയിന്റിന്റെ ഷോറൂമിക്ക് നോക്കിയമായിരിക്കാം എത്ര കളറുകൾ, ഒരു കളറിന്റെ മേലെ മറ്റൊന്ന് എത്ര കളറുകൾ. പെയിന്റ് അടിച്ചാലും വെളുത്തവർ കറുത്തവർ വെളുത്തവരാവാൻ, മുടി ചുരുണ്ടവർ മുടി നേരെയാവാൻ, മുടി നേരെയായവർ മുടി ചുരുട്ടാൻ. ഒരു കുട്ടിക്കും ആത്മവിശ്വാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നത് എനിക്ക് ഏറ്റവും പറ്റിയ രൂപമാണ് എന്ന് ഒരു കുട്ടിയും വിശ്വസിക്കുന്നില്ല. മറ്റേ അവിടെ പോലെ ആയെങ്കിൽ, ഓരെ പോലെ ആയെങ്കിൽ, അങ്ങനെ ആയെങ്കിൽ, ഇങ്ങനെ ആയെങ്കിൽ, അതാ രസം ഇതാ രസം. അക്കരപ്പച്ചയുടെ ലോകത്താ ജീവിക്കണേ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഏറ്റവും നല്ല രൂപം ഏതാണോ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, എനിക്ക് ഏറ്റവും പറ്റിയ രൂപം ഏതാണോ ആ രൂപത്തിൽ ആ പടച്ചോനെ സൃഷ്ടിച്ചേ. ഈ രൂപത്തിൽ എവിടെയെങ്കിലും ഞാൻ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അത് ഞാൻ വിരൂപനാവുകയാണ്. അതറിയാത്തവരാണ് പലപ്പോഴും കൃത്രിമമായ സൗന്ദര്യ സംവർദ്ധക വസ്തുവിന്റെ പിന്നാലെ അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഭീകരമായ ലേഖനം കൂടി വായിച്ച്, ചെറിയ പ്രായത്തിലെ ആളുകൾക്ക് വൃക്കവോ തകരാറുകൾ പോലുള്ള ആന്തരിക അവയവങ്ങൾക്ക് മാരകമായ രോഗമുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അവർ ശരീരത്തിൽ ഉപയോഗിക്കുന്ന മാരകമായ കെമിക്കലുകളാണ്. വെളുക്കാനും കറുക്കാനും ചുവക്കാനും ഒക്കെ അവർ വാരിപ്പൊത്തുന്ന ഈ കെമിക്കലുകൾ ഉണ്ടല്ലോ, പലപ്പോഴും ചുണ്ടൊക്കെ ചോപ്പിക്കാൻ വേണ്ടി വാരിത്തേക്കുന്ന ഈ വൃത്തികേടുകൾ മാരകമായ വിഷവസ്തുക്കളാണ്. അത് ശരീരത്തിലേക്ക് ഭക്ഷണത്തിന്റെ കൂടെ ഉമിനീരിന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ അത് നമ്മുടെ മക്കളെ പ്രായത്തിന് മുമ്പേ വൃദ്ധന്മാരാക്കുന്ന, വാർദ്ധക്യത്തിന്റെ കുഴിയിലേക്ക് തള്ളുന്ന മാരകമായ രോഗത്തിന്റെ ഉടമകളാക്കുന്നുണ്ട്. അപ്പോ രക്ഷിതാക്കൾക്ക് പറയാണ്ട്, എന്താ ഉസ്താദേ പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞു തോറ്റു, ഇപ്പോഴും അങ്ങനെ പോവുള്ളൂ, ഞാൻ എന്താ ചെയ്യാ? അവിടെയാണ് രക്ഷിതാക്കളെ നമ്മുടെ മക്കളുടെ തെർബിയത്ത്, അവരെ വളർത്തുക എന്നത്. പലപ്പോഴും നമ്മളെന്താ പറയാറോ, ഉസ്താദേ അടക്കയാണെങ്കിൽ മടിയിൽ വെക്ക, കവുങ്ങായാൽ എന്താ ചെയ്യാ? പൊന്നാര മാതാപിതാക്കളെ, അല്ലാഹു തആല നമുക്ക് മക്കളെ തന്നത് കവുങ്ങുകളായിട്ടല്ല, നല്ല അടക്ക പരുവത്തിലാ തന്നത്. വെറും അടക്കയല്ല, കളിയടക്ക, നെക്കിയാൽ പൊട്ടുന്ന പരുവത്തിലാ അല്ലാഹു നമുക്ക് മക്കളെ തന്നത്. ഏത് രൂപത്തിലേക്കും നമുക്ക് അവരെ മാറ്റാമായിരുന്നു. പക്ഷെ അന്ന് ഈ ഒരു ധാർമ്മിക ബോധം മനസ്സിലുണ്ടായില്ല, അല്ലെ? ഏതൊരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോഴും ആ വളർച്ചയുടെ ആദ്യഘട്ടം മുതലേ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത എന്താണ് നിങ്ങള്? അല്ലാഹു തആല പറഞ്ഞ പോലെ അമ്മാമൻ തഗാ വആതറൽ ഹയാത്തുദ് ദുനിയ, അല്ലേ? ഇന്ന് ലിബറൽ ചിന്താഗതിയുടെ കാല. എന്റെ ശരീരം, എന്റെ ഇഷ്ടം, എനിക്കിഷ്ടമുള്ള ലോകത്തിലേക്ക് ഞാൻ പോകും, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. നമ്മളൊക്കെ എന്താ പറയലറിയാം? ഒരു പുതിയ ആശയം വന്നിട്ടുണ്ട് ലോകത്ത്. എന്താണ് ഈ പുതിയ ആശയം? അത് ലിബറൽ ആശയമാണ്. ആരെയും പരിഗണിക്കാതെ, ആർക്കോരോടും കടപ്പാടുകളില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ജീവിക്കുക. പൊന്നാര സഹോദര സഹോദരി, ഇതൊരു പുതിയ ആശയമല്ല. ലോകത്തോളം പഴക്കമുള്ള, പഴകി പുളിച്ചുപോയ ലോകം പലപ്പോഴും അതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് ലോകത്ത് നിന്ന് വലിച്ചെറിഞ്ഞ ഏറ്റവും വൃത്തികെട്ട ആശയങ്ങളിൽ ഒന്നാണ് ഈ ലിബറൽ ആശയം. ഏതൊരു മനുഷ്യനും കടമകളും കടപ്പാടുകളും നിയമങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ ഈ ലോകത്ത് എപ്പോഴൊക്കെ മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യന്റെ ജീവിതം അപകടകരമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതാ അല്ലാഹു പറഞ്ഞത്. ലോകത്ത് ചില ആൾക്കാർ എപ്പോഴുണ്ടാവും. എന്താ പോലെ പ്രത്യേകത? അമ്മാമൻ തഗാ,
അവർക്ക് അതിർത്തികളില്ല, നിയമങ്ങളില്ല, വിലക്കുകളില്ല. അവരങ്ങനെ ഇഷ്ടം പോലെ ജീവിക്കും. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ദുന്യാവിലെ സുഖാണ്. ദുന്യാവിന് സുഖിക്കണം, ദുന്യാവിൽ ആഡംബരം വേണം, ദുന്യാവിനെ പരമാവധി ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റണം എന്ന കൊതിയോടുകൂടി അവർ ദുന്യാവിൽ അങ്ങനെ നിയമങ്ങളില്ലാതെ പറന്ന് പറന്ന് ജീവിക്കും. നാളെ അവർക്ക് ചെന്നെത്താനുള്ള കേന്ദ്രം അതിഭീകരമായ നരകമാണ് കേട്ടോ. ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത, കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, ടാറിനേക്കാൾ ഭീകരമായ ചൂടുള്ള ആ വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കപ്പെടുമ്പോൾ ദാഹം ശമിപ്പിക്കുവാൻ തണുത്ത വെള്ളം കുടിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത, ആ വെള്ളം ഇറങ്ങിപ്പോകുന്ന ശരീരഭാഗങ്ങൾ മുഴുവനും വെന്തുപോകുന്ന ആ വെള്ളം കുടിക്കേണ്ടി വരുന്ന, വിശപ്പുണ്ടെന്ന് പറയുമ്പോ ഒരു മരത്തിന്റെ ഇല പറിച്ചു കൊടുക്കുമ്പോ ആ ഇലയിലെ മുള്ളുകൾ അവന്റെ വായയെ മുഴുവനും മുറിപ്പെടുത്തി ചോരയോടുകൂടി താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഭീകരമായ ഭക്ഷണം കഴിക്കേണ്ട ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത, അവസാനം മോചനത്തിനു വേണ്ടി നരകവാസികൾ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനെ വിളിക്കുന്നുണ്ട്. യാ മാലിക്, മാലിക്കെ, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ റബ്ബിന്റെ അടുത്ത് പോയിട്ട് നീ ഒന്ന് പറയണം, ഞങ്ങൾക്കിനി ജീവിക്കണ്ട. ഈ ലോകത്ത് ജീവിതം സ്വാതന്ത്ര്യമാണെന്ന് വിളിച്ചു പറഞ്ഞവരാ പറയുന്നത്. ഞങ്ങൾക്കിനി ജീവിക്കണ്ട, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ നീ നിന്റെ റബ്ബിനോട് പറയുമോ എന്ന് പറയുമ്പോ ആ മലക്ക് ചിരിച്ചുകൊണ്ട് പറയുന്ന മറുപടിയുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലേ, മരണം മരിച്ചുപോയി, മരണം മരിച്ചുപോയി, ഇനി മരണമില്ല, അനുഭവിച്ചു കൊള്ളുക. പടിപടിയായി ഓരോ ദിവസവും നിങ്ങളുടെ ശിക്ഷ ഇങ്ങനെ കൂടി വരല്ലാതെ ഒരു ചെറിയ ആശ്വാസം പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്ന പാരതന്ത്ര്യത്തിന്റെ ലോകത്തേക്കാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ വാദികൾ നാളെ എത്തിപ്പെടുക എന്ന് പടച്ച റബ്ബ് പറയുന്നു. അതിനോട് ചേർത്ത് റബ്ബ് പറയുന്നുണ്ട്, എന്നാൽ ഈ ജീവിതത്തിൽ ഞാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഈ ചെയ്ത കാര്യത്തിന് കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരും എന്ന ബോധ്യത്തോടുകൂടി നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞെടുത്ത് ഹബീബായ റസൂൽ പറഞ്ഞില്ലേ, ഒരാണോ പെണ്ണോ ആവാം, ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആവാം, റജുലുൻ, ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ വേണ്ടാത്ത ഒരു കാര്യത്തിന് വേണ്ടി, വേണ്ടാത്ത ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരു പെണ്ണ് ക്ഷണിക്കുകയാണ്. സാഹചര്യങ്ങൾ അനുകൂലമാണ്, ആരും കാണാനില്ല, ആരും അറിയില്ല, ആരെയും പേടിക്കേണ്ട, അത്രയും സാഹചര്യം അനുകൂലമായ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു. വെറും ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയല്ല, അങ്ങാടിയിലൂടെ നിറഞ്ഞു നടക്കുന്ന, എല്ലാവരും കയറി ഇറങ്ങുന്ന ആ രൂപത്തിലുള്ളവരല്ല, നല്ല സൗന്ദര്യമുള്ള തറവാടിയായ കുലീനയായ പെണ്ണാണ് വിളിച്ചത്. ആരും അറിയുന്നില്ല. നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്താണെന്നറിയങ്ങൾ, ഇല്ല ഞാൻ വരൂല, എനിക്ക് പേടിയാണ്, ഭാര്യ അറിഞ്ഞാ പ്രശ്നമാണ്, വീട്ടിലറിഞ്ഞാ പ്രശ്നമാണ്, നാട്ടുകാരറിഞ്ഞാ പ്രശ്നമാണ്. ഇതൊന്നുമല്ല പറഞ്ഞേ. ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്താ അറിയങ്ങൾ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്, എനിക്ക് എന്റെ റബ്ബിനെ പേടിയാണ്. അരുതെന്ന് പറഞ്ഞ ഈ തിന്മയിലേക്ക് പോകാൻ എനിക്ക് എന്റെ റബ്ബിനെ പേടിയാണ്. ആരും കാണാത്ത ലോകത്തും എന്റെ റബ്ബെന്നെ കാണുമെന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിക്കോ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് പഠിപ്പിച്ച ആ പാഠം ഈ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കളെ ഈ ബോധ്യത്തോടുകൂടി ചെറുപ്പത്തിലെ വളർത്തുക. ഹബീബായ റസൂലിന്റെ കൂടെ കൈപിടിച്ച് മദീന പള്ളിയിലേക്ക് നടന്നുപോയ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു 5 or 6 വയസ്സാണ്. പ്രവാചകൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കെ ആ കുട്ടി പുറത്തുപോയി തിരിച്ചു വന്നപ്പോ എന്തോ ചവച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോ റസൂലുള്ള ചോദിച്ചു, എന്താ മോനെ വായില്? അവൻ നാവ് നീട്ടി കാണിച്ച്, ഒരു കാരക്കയാണ്, ഒരു ഉണങ്ങിയ കാരക്ക അവന്റെ വായിലുണ്ട്, അത് ചവച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് ചോദിച്ചത്, നിനക്ക് എവിടുന്ന കാരക്ക കിട്ടിയത്? നിനക്ക് എവിടുന്ന കാരക്ക കിട്ടിയത്? കുട്ടി ചൂണ്ടിക്കാട്ടി കൊടുത്തു. മദീന പള്ളിയുടെ ഒരു മൂലക്കണ്ട് ഒരു മല പോലെ കാരക്ക കൊണ്ടുവന്ന് കൂട്ടിയത് സക്കാത്തിന്റെ വിഹിതമാണ്. ഈ തപ്പന കർഷകരുടെ വിളവെടുക്കുമ്പോ അവരുടെ സക്കാത്തിന്റെ വിഹിതം കൊണ്ടുവന്ന് കൂട്ടിയതാ. അതിൽ നിന്നാണ് ഒരു ഉണങ്ങിയ കാരക്ക എടുത്ത് കുട്ടി വായിലിട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയോട് ബേജാരോടെ, തുപ്പിക്കള, വേൻ തുപ്പത്,
കുട്ടി തുപ്പിയില്ല, മധുരമുള്ള കാരക്കല്ലേ, ചെറിയ കുട്ടിയല്ലേ, തുപ്പാൻ മടിച്ച് റസൂലുള്ള ബലം പ്രയോഗിച്ചവന്റെ മുഖം പിടിച്ചിട്ട് ചൂണ്ടുവിരലുകൊണ്ട് ആ കാരക്ക തോണ്ടി പുറത്തേക്കിട്ട് പാതി ചവച്ച കാരക്ക മണ്ണിലേക്ക് വീണത് സങ്കടത്തോടുകൂടി നോക്കി നിൽക്കുന്ന കുട്ടിയെ ചേർത്തു പിടിച്ച് അവന്റെ മൂർധാവിൽ ഉമ്മ വെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു വാക്കുണ്ട്, മോനെ, ഈ സക്കാത്തിന്റെ വിഹിതം നമ്മുടെ കുടുംബത്തിന് അള്ളാഹു തആല ഹറാമാക്കിയതാണ് എന്ന് നിനക്കറിയില്ലേ, പിന്നെ എന്തിനാ നീ അത് തിന്നത്? അല്ലേ? തന്റെ വീട്ടിലെ കൊച്ചുകുട്ടി പോലും, ആ കൊച്ചുകുട്ടിക്ക് പോലും നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ചെറുപ്പം മുതലേ, പറഞ്ഞാൽ മനസ്സിലാകുന്ന കാലം മുതലേ നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. എന്റെ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അതെങ്ങനെ ഞാൻ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കത് അറിയില്ല. ഒരു പേജ് എഴുതി കഴിഞ്ഞാൽ അടുത്ത പേജ് എങ്ങനെ എടുക്കുക എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഞാൻ ആ പേജിൽ ഇങ്ങനെ ചെറുതാക്കി എഴുതി ആ പേജിൽ ഒതുക്കാറാണ്. പക്ഷെ എന്റെ വീട്ടിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആ കൊച്ചുകുട്ടി എന്റെ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് ആ പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് നോക്കുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. എവിടെ നിന്നാ പഠിച്ചത്? ആരാ പഠിപ്പിച്ചത്? ക്ലാസ്സുകൾക്ക് പോയിട്ടില്ല, ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ടില്ല, 3 വയസ്സ് തികയുന്നേ ഉള്ളൂ. ആ കുട്ടി എങ്ങനെയാണ് ഈ പുതിയ പാഠത്തിലേക്ക് പോകുന്നതിലെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ചെറുപ്രായത്തില്, ആ ചെറുപ്രായത്തില് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ ഒരു വിചാരണയുണ്ട്. ആ വിചാരണയിൽ നിന്ന് ഒരാളും പുറത്തു പോവുകയില്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ, ഈ ദുന്യാവിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഇടപെടുന്ന മാതാപിതാക്കൾ, മക്കൾക്കുടെ ധൈര്യം അതാണ്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്റെ മാതാപിതാക്കൾ ഇടപെടും. എന്നാൽ ഹബീബായ റസൂല് തന്റെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞില്ലേ, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ മോളെ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, നാളെ പരലോകത്ത് നിന്റെ തടി നീ തന്നെ നോക്കേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ. ആ പാഠം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. ചേർത്തു പിടിച്ച് സ്നേഹത്തോടു കൂടി ആ കണ്ണിന്റെ ആഴത്തിലേക്ക് നോക്കിയിട്ട് ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ, റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾ നിസ്സഹായരാണ്, ഒറ്റക്കായിരിക്കും കേട്ടോ, കണക്ക് പറയേണ്ടത്, വിധി പറയേണ്ടത് ഒറ്റക്കായിരിക്കും. ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ തോറ്റുപോകുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആ പാഠമുണ്ടല്ലോ. ജീവിതത്തിൽ ലജ്ജയുണ്ടാക്കുന്ന, തെറ്റു ചെയ്യാൻ തോന്നിപ്പിക്കാത്ത ആ ഒരു മനസ്സ് ചെറുപ്പം മുതലേ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ നന്നായി ശ്രമിക്കുക. അതോടുകൂടെ ഏറ്റവും പ്രധാനമായി മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കളെ ഓർമ്മയിലുണ്ടാവുക. പ്രാർത്ഥനയാണ് വലുത്, പ്രാർത്ഥനയാണ് വലുത്. ലോകത്ത് തിന്മയുടെ വാക്താക്കൾ കോടികൾ മുടക്കിയാണ് നമ്മുടെ മക്കളെ തിന്മയിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നത്. അവരെ തടയാൻ ഇവിടെ സംവിധാനങ്ങളില്ല, അവരെ തടയാൻ ഇവിടെ ആളുകളില്ല. മാതാപിതാക്കളുടെ ദുർബലമായ കൈകൾ മാത്രമേ ഉള്ളൂ. ആ കൈകൾ ഉയർത്തി പടച്ച റബ്ബിനോട് നെഞ്ചുരുകി പ്രാർത്ഥിക്കുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.